വേനൽ ചൂടിൽ വാടുകയാണ് ഹൈറേഞ്ചിലെ ഏലം കർഷകരുടെ സ്വപ്നങ്ങൾ. വേനൽ കടുത്തതോടെ കൃഷി ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ വിലയിലുണ്ടായ വർധനവും വില അസ്ഥിരതയും വെള്ളത്തിന്റെ ക്ഷാമവുമൊക്കെയാണ് കർഷകർക്ക് തിരിച്ചടിയാവുന്നത്. കഴിഞ്ഞ വർഷത്തെ കടുത്ത വേനലിന്റെ അനുഭവമുള്ളതിനാൽ തന്നെ ഇത്തവണത്തെ ചൂടിനെ അതിജീവിക്കുവാനായി കാലേക്കൂട്ടി കൃഷിജോലികൾ ചെയ്തു തീർക്കുകയാണ് ഓരോ തോട്ടങ്ങളിലും. കഴിഞ്ഞ മാസം ആദ്യം മുതൽ കനത്ത ചൂടാണ് ഹൈറേഞ്ചിൽ അനുഭവപ്പെടുന്നത്. ഇടയ്ക്ക് ലഭിക്കുന്ന നേരിയ വേനൽമഴ മാത്രമാണ് ആശ്വാസമാകുന്നത്. മിക്ക കൃഷിയിടങ്ങളിലും വെള്ളത്തിന്റെ ക്ഷാമം അതിരൂക്ഷമാണ്. ഇതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഇതിനോടൊപ്പം കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലവർദ്ധനവ് തിരിച്ചടിയാകുന്നുണ്ട്. വില സ്ഥിരത ഇല്ലാത്തതും കർഷകർക്ക് പ്രതികൂലമായി ഭവിക്കുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ കൃഷികൾ പൂർണ്ണമായിട്ടും നശിച്ചുപോയിരുന്നു. കൃഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടുപോയി. അതിനുശേഷം വീണ്ടും നമ്മൾ കൃഷി ചെയ്ത് കൊണ്ടുവരികയാണ്. ഈ ഇത്തവണ ഉണ്ടായിട്ടുള്ള വിലസ്ഥിരത ഇല്ലായ്മ ഒരു വലിയ പ്രതിസന്ധി കൂടിയാണ്. ഏലത്തിന് കർഷകർക്ക് ഏകദേശം നല്ല പ്രതീക്ഷയോടുകൂടി നല്ല വില കിട്ടി വന്നിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ വിളവ് ഇല്ലാതെയും ഉണക്കമൊക്കെ ബാധിച്ചപ്പോൾ പരമാവധി വില ലഭ്യമാകുന്നതിന് വേണ്ടി കർഷകർ ഏലം സംഭരിച്ചു വയ്ക്കും. എന്നാൽ ഇപ്പോൾ വിലയിലുണ്ടായിരുന്നുള്ള ഏറ്റക്കുറച്ചിൽ കാർഷിക മേഖലയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. ഈ ഏലകൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് ചിലവാകുന്ന വളം, കീടനാശിനി, അതിന്റെ പരിചരണ ചെലവ് ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഏലകൃഷി എന്ന് പറഞ്ഞാൽ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ വിലയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അത്യാവശ്യം പിടിച്ചു നിൽക്കുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഒട്ടും മോശമല്ലാത്ത തരത്തിലുള്ള വേനലിനെയാണ് നമ്മൾ അതിജീവിക്കുന്നത്. ഈ വേനലിനെ അതിജീവിക്കുന്നതിനായിട്ട് ഇപ്പോൾ ഗ്രീൻ നെറ്റ് ഈ വർഷം ഏറ്റവും കൂടുതലായിട്ട് ചെലവഴിക്കപ്പെട്ടിട്ടുള്ള വിൽപ്പന നടന്നിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഗ്രീൻ നെറ്റ്. ഈ ഗ്രീൻ നെറ്റ് കൊണ്ട് ഏലകൃഷിയെ പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ട് അതിന് ആവശ്യമായ ക്ലൈമറ്റ് ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനം ഉൾപ്പെടെയാണ് കർഷകർ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഇടങ്ങളിലും വെള്ളം നനയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ വലിയതായ പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും സ്പൈസസ് ബോർഡ് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.